നമ്മുടെ ഫലസ്തീനിൽ ഇത്രയധികം ക്രൂരതകൾ ഇസ്രയേൽ ചെയ്തു കൂട്ടിയിട്ടും നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഗസയിലെയോ ഫലസ്തീനിലെയോ ഏതെങ്കിലും ഒരാൾ ഇത്രയൊക്കെ ക്രൂരതകൾ, ഇത്രയൊക്കെ പട്ടിണി മരണങ്ങൾ, ദിവസങ്ങളോളം പട്ടിണി ഇരുന്നിട്ട് ഒരു നേരത്തിൻ്റെ വിശപ്പടക്കാൻ ആഴ്ചയിൽ ഒരു ദിവസം പാത്രവുമായിട്ട് ഭക്ഷണത്തിന് കാത്തു നിൽക്കുന്ന കുട്ടികളുടെ നടുവിലേക്ക് മനുഷ്യ മൃഗങ്ങളായ ലോകമുണ്ടായിട്ട് ഇത്രയധികം ജനങ്ങൾ ജനിച്ചു മരിച്ചിട്ട് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ക്രൂരതകൾ ദിനേന സയനിസ്റ്റുകളായിട്ടുള്ള ഇസ്രയേലുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, സഹോദരങ്ങൾ, നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഫലസ്തീനികൾ ആത്മഹത്യ ചെയ്ത് മരണപ്പെട്ടു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല, നിങ്ങൾക്ക് കേൾക്കാനും കഴിയില്ല. അതാണ് ഫലസ്തീനികൾ. അങ്ങനെയുള്ള ഫലസ്തീനികളെ നിങ്ങൾ ഏതൊക്കെ യന്ത്രക്കോപ്പുകൾ ഉപയോഗിച്ചാലും, നിങ്ങളെ എത്രയധികം ആയുധങ്ങൾ ഉപയോഗിച്ചാലും, നിങ്ങൾ ലോകരാജ്യങ്ങളുടെ എല്ലാം സഹായം സ്വീകരിച്ചാലും അവരെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ പറയുന്നുണ്ടാവും ഹമാസ് തീവ്രവാദികളെന്ന്. ഹമാസ് തീവ്രവാദികളാണെന്ന് പറയുന്ന നിങ്ങളുടെ ചരിത്രങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. പൂർണ്ണ ഗർഭിണികളെ ബലാത്സംഗം ചെയ്ത് കൊല്ലുകയും അവരുടെ കുട്ടികളെ ആ സ്ത്രീയുടെ മുന്നിൽ വെച്ചിട്ട് തലയടിച്ച് കൊല്ലുകയും ചെയ്ത നിങ്ങളാണ് പറയുന്നത് സ്വന്തം രാജ്യത്തിന് വേണ്ടി, സ്വന്തം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നവരെ തീവ്രവാദികളെന്ന്. ഹമാസ് അവർ ധീരരാണ്. നിങ്ങൾക്ക് എത്ര പട്ടിണി കിട്ടാലും, നിങ്ങൾ എത്രയൊക്കെ യുദ്ധ ഉപകരണങ്ങൾ ആ രാജ്യത്തേക്ക് ഇട്ടാലും നിങ്ങൾക്ക് ഫലസ്തീനെ നശിപ്പിക്കാൻ കഴിയില്ല. കാര്യം അവരുടെ ഉള്ളിലുള്ളത് അതൊരു സ്പിരിച്വൽ കപ്പാസിറ്റിയാണ്. അവരുടെ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്ത് മരിച്ചാൽ കിട്ടുന്ന സ്വർഗമെന്ന ഭവനത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ്. പക്ഷേ നമുക്കൊക്കെ നമ്മളുടെ ഇവരുടെയൊക്കെ മരണങ്ങൾ കാണുമ്പോൾ നമുക്ക് വിഷമങ്ങൾ ഉണ്ടാവാം. നമ്മുടെ മുന്നിൽ സാമ്പത്തിക രാജ്യങ്ങൾ അത്രയധികം ഉണ്ടായിട്ടും, അവിടെയൊക്കെ സൂയിസൈഡ് റേറ്റ് അത്രയധികം കൂടിയിട്ടും, പട്ടിണിയുള്ള രാജ്യത്ത്, പട്ടിണി കൊണ്ട് മരണപ്പെടുന്ന രാജ്യത്ത് നിങ്ങൾക്കൊരു സൂയിസൈഡ് കാണിച്ചു തരാൻ കഴിയില്ല.